നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ദ്രേട്ടൻ എവിടേക്കാ സോനെ പോയത്? ആർക്കറിയാം. ഏട്ടനും ഏട്ടത്തി ഇപ്പൊ എന്നോട് മിണ്ടാറേയില്ല. അവര് നിന്നോട് മിണ്ടാത്തതോ അതോ നീ അവരോട് മിണ്ടാത്തതോ? ശ്യാമേട്ടൻ എപ്പോഴും എന്റെ ഭാഗത്തല്ലേ തെറ്റു കാണൂ. എന്റെ മനസാക്ഷിക്ക് നിരക്കുന്നതാ ഞാൻ ചെയ്യുന്നത്. 10 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടതിന് അവൾ എന്തിനാണ് ഇപ്പോഴേ ഒരുങ്ങുന്നത്? ബിച്ചുമോനെ ഒരുക്കുന്നുണ്ടല്ലോ. പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിന് മുമ്പ് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാനാവും. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാണല്ലോ. എനിക്ക് തോന്നുന്നത് ഇന്ദ്രനും അവളും കൂടി വേറെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാ. ഇന്നലെ രാത്രി ഇവിടെ കിടന്ന് ആരെയൊക്കെയോ വിളിക്കുകയോ പറയുകയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. രാത്രി തന്നെ അവൻ ആരെയോ പോയി കാണുകയും ചെയ്തിട്ടുണ്ട്. അതിരാവിലെ വീണ്ടും പോയിരിക്കാം. ചിലപ്പോ വക്കീലിനോ മറ്റോ കാണാനായിരിക്കും. പോലീസ് വിളിപ്പിച്ച സ്ഥിതിക്ക് അവരുടെ ഭാഗം അവര് നോക്കണ്ടേ സോനെ? ജാമ്യമില്ലാത്ത വകുപ്പൊക്കെ ചുമത്തി പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് അവരെന്ത് ചെയ്യും? അതെ, അമ്മയുടെ സോനയുടെ സംസാരം കേട്ടാ ഏട്ടനും ഏടത്തിയും ജയിലിൽ പൊയ്ക്കോട്ടെന്നുള്ള പോലെയാണല്ലോ. ഓ, എനിക്കാരെയും ജയിലിൽ പറഞ്ഞയക്കേണ്ട ഒരു കാര്യവുമില്ല. പോലീസ് വിളിപ്പിച്ച സ്ഥിതിക്ക് അവിടെ ചെന്ന് കാര്യങ്ങൾ ബോധിപ്പിക്കുന്നതാ നല്ലത്. അല്ലെങ്കിൽ അവരിങ്ങോട്ട് വരും. ഇപ്പോഴേ അവൾ ഒരുങ്ങുന്നത് കാണുമ്പോ എനിക്ക് തോന്നുന്നത് പോലീസിന് പിടികൊടുക്കാതെ മുങ്ങാനുള്ള പരിപാടിയാണെന്നാ. നിങ്ങൾക്ക് രണ്ടാൾക്കും പറ്റുമെങ്കിൽ അത് കൂടുതൽ അപകടമാണെന്ന് അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഇതെന്താ രാവിലെ തന്നെ ഇവിടേക്ക്? വാ. എന്താ സാർ പെട്ടെന്ന്? ഏട്ടനോടും ഏടത്തിയോടും 10 മണിക്ക് സ്റ്റേഷനിലേക്ക് വരാനല്ലേ പറഞ്ഞത്? പറഞ്ഞതങ്ങനെയാ. പക്ഷെ പ്രതികൾ ഒരിക്കലും പോലീസ് പറയുന്നത് അനുസരിക്കണമെന്നില്ലല്ലോ. അവരാ സമയത്തിനുള്ളിൽ ഒളിവിൽ പോവാനും മുൻകൂർ ജാമ്യത്തിനുമൊക്കെ ശ്രമിച്ചെന്നിരിക്കും. സത്യം പറഞ്ഞ ഒരു ലേഡിയെ രാത്രിയിൽ വന്ന് അറസ്റ്റ് ചെയ്യേണ്ടെന്ന് കരുതിയാ ഇന്നലെ ഞങ്ങൾ അനുപമയെ കസ്റ്റഡിയിൽ എടുക്കാതിരുന്നത്. ജാമ്യമില്ലാ വകുപ്പാ. ഒരു ഗർഭസ്ഥ ശിശുവിന്റെ മരണത്തിന് കാരണമാവും വിധം ഭക്ഷണത്തിൽ വിഷം കലർത്തുക. പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാനുള്ള മൊഴിയും തെളിവുകളും പോലീസിന് കിട്ടിക്കഴിഞ്ഞു. അയ്യോ സാറേ, അനുപമ മനഃപൂർവ്വം അങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ആർക്കും തോന്നുന്നില്ല. അവക്കൊരു കയ്യബദ്ധം പറ്റിയതാവും സാറേ. ദയവ് ചെയ്ത് അവളെ അറസ്റ്റ് ചെയ്തോണ്ട് പോകരുത്. മനഃപൂർവ്വം ചെയ്തതല്ലാന്നൊക്കെ ഇനി കോടതിയിൽ പറഞ്ഞാൽ മതി. നിങ്ങൾ അവരെ വിളിക്കണം. സാർ, ഇന്ദ്രേട്ടൻ ഇവിടെ ഇല്ല. രാവിലെ എങ്ങോട്ട് പോയിരിക്കാം. 10 മണിക്ക് ഏട്ടൻ ഏടത്തിയും കൂട്ടി സ്റ്റേഷനിൽ എത്തിയിരിക്കും. അതിന്റെ ആവശ്യമില്ലാന്ന് തോന്നിയതുകൊണ്ടാ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞില്ലേ? ഇന്ദ്രനെ ഞങ്ങൾക്ക് കാണണമെന്നില്ല. അനുപമയെ ഞങ്ങൾക്ക് കസ്റ്റഡിയിൽ എടുത്തേ പറ്റൂ. നിങ്ങൾ വിളിക്കുന്നോ അതോ ഞങ്ങളകത്ത് കയറി വിളിച്ചോണ്ട് പോണോ? അയ്യോ വേണ്ട, ഞാൻ വിളിച്ചോണ്ട് വരാം. വന്നേ സോനെ. അനുപമേ, അനുപമേ, നീ ചെന്നൊന്ന് കാര്യം പറ. അമ്മ പറ. എനിക്കെന്തോ വിഷമാവുന്നു. വിഷമോ? എന്തിന്? ഓരോന്നും ചെയ്തു വെച്ചിട്ടില്ലേ? അനുപമേ, അനുപമേ, മോനെ, നിന്റെ അമ്മ എന്തിയടാ? അനു, അനു,
ഇവിടെ ഇതെവിടെ പോയി? എടി ഇവിടെയെങ്ങും ഇല്ല. നീ അടുക്കള ഭാഗത്തൊന്ന് പോയി നോക്കിയേ. ആ നോക്കാം. ഏട്ടത്തി, ഏട്ടത്തി, എന്നാലും അവളിതെങ്ങോട്ട് പോയി? സോനെ, ആ എടി അവിടെ ഉണ്ടോ? അവിടെ എങ്ങും ഇല്ലമ്മേ. ഇവിടെയും ഇല്ല. ആ അടുക്കള വാതിൽ തുറന്നും കിടപ്പുണ്ട്. ചേടാ, ഇവളിതെവിടെ പോയി? അതെ, ആളിനെ കണ്ടില്ലല്ലോ. അവര് വരുന്നു. അപ്പൊ ആള് രക്ഷപ്പെട്ടു അല്ലേ? സാറേ, ഇത്രയും സമയം അവരോട് ഉണ്ടായിരുന്നതാ. കുഞ്ഞിനെ ഒരുക്കി നിർത്തിയിട്ടുമുണ്ട്. എനിക്ക് തോന്നുന്നത് പോലീസ് എത്തിയെന്നറിഞ്ഞ് അടുക്കള ഭാഗത്തൂടെ ഇറങ്ങിപ്പോയി കാണുമെന്നാ. അതെ, ഇവര് പറയുന്ന വിശ്വസിക്കണ്ട. വന്നേ, മുറികളിലോട്ടൊക്കെ ഒന്ന് പോയി നോക്ക്. ശരി സർ. ഇതാരാ? അയ്യോ, അത് സാറേ പ്രതിഭയാ. ഡിയാൻസി കഴിഞ്ഞ് കിടക്കുക. എന്താ? ഒന്നുമില്ല, കിടന്നു. സർ, ഇവിടെ അവരെ കാണുന്നില്ല. പുറകുവശത്തോടെ പോകാനാണ് സാധ്യത. പോട്ടെ, സാർ, മുറികളിലൊന്നും ആരുമില്ല. എവിടം വരെ പോകുമെന്ന് നമുക്ക് നോക്കാമല്ലോ. വാ. ഓക്കെ, എന്നാ പിന്നെ വണ്ടി എടുക്കുക. ശരി സർ. സാർ, എന്താ ഇത്? എന്താ ഇവിടെ നടക്കുന്നത്? 10 മണിക്ക് സ്റ്റേഷനിൽ ഹാജരാവാൻ പറഞ്ഞിട്ട് അതിനു മുമ്പ് അനുഭവം അറസ്റ്റ് ചെയ്യുമെന്നാണ് നിങ്ങൾ വന്നത് അറസ്റ്റ് ചെയ്യാൻ തന്നെയാ. പക്ഷെ പ്രതി പോലീസിനെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെട്ടു.